ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമേ. ഇന്ന് നമ്മൾ കുറച്ച് ചിക്ചാറ്റൊക്കെ ചെയ്ത് പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 2025 കഴിയാറായല്ലോ, 2026ലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന. അപ്പം നമ്മൾ ഈ വീഡിയോ കാണുമ്പോഴത്തേക്കും 2026 ജനുവരിയിലായിരിക്കും നമ്മൾ ഈ വീഡിയോ കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും സുഖമായിരിക്കുന്നോ? ഞാൻ സുഖമായിരിക്കുന്നു. നമ്മൾ 2025 എനിക്ക് പേഴ്സണലി ഉണ്ടായ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ഒരു തീരുമാനമാണ് നമുക്കൊരു യൂട്യൂബ് ചാനൽ. അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേക്കിനും ആ ഒരു ഇത് മാത്രമേ എനിക്ക് 2025 എൻ്റെ ഒരു കാര്യത്തിലേക്ക് പറയാനായിട്ടുള്ളൂ കേട്ടോ. 2025 എനിക്ക് വലിയൊരു ബിഗ് സീറോയാണ് ഞാൻ 2025 എന്ന് പറയുന്നത്. അങ്ങനെ എനിക്ക് അങ്ങനെ ഒരു വർഷം എൻ്റെ ജീവിതത്തിൽ നിന്ന് കടന്നുപോയി എന്നേ എനിക്ക് പറയാനുള്ളൂ. 2025 എനിക്കൊന്നും അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. 2026 അങ്ങനെ അല്ലാതെ ആവട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥനയോട് കാത്തിരിക്കുന്നത്. ചെറിയൊരു നിരാശയിലേക്ക് കടന്നുപോയൊരു വർഷമായിരുന്നു എനിക്ക് 2025 എന്ന് പറയുന്നത്. എനിക്ക് പേഴ്സണലി എനിക്ക് ഇച്ചിരി സങ്കടം ഉണ്ടായിരുന്നുള്ളൊരു വർഷമാണ് 2025 ഉള്ളത്. ഇവിടുത്തെ പപ്പയും അമ്മയും അനിയനും അനിയൻ്റെ വൈഫും കുഞ്ഞും എല്ലാം അവർ അടിമാലിലാണ് താമസിക്കുന്നത്. പപ്പയ്ക്കും അനിയനും ജോലി അവിടെയാണ്. അപ്പോൾ അതുകൊണ്ട് അവരവിടെയാട്ടോ താമസിക്കുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഒരു ഫാമിലി എന്ന് പറയുന്നത്. ഞങ്ങളുടെ ഫാമിലിയിൽ 2025 പുതിയതായിട്ടൊരാൾ വന്നിട്ടുണ്ട്. കുഞ്ഞിൻ്റെ പേരാണ് മീലു. ബേബി എന്ന് ഞങ്ങൾ വിളിക്കും. അവളുടെ പേര് എസ്ലിൻ എന്നാണ് കേട്ടോ. അപ്പം അവൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഒരു വർഷമാണ് 2025. സിസ്റ്ററുണ്ട്, അവൾക്ക് 2 കുഞ്ഞുങ്ങളാണ്. രണ്ടാമത്തെ ആളും ഈ വർഷമാണ് ജനിച്ചത്. അതുപോലെ തന്നെ എനിക്ക് ബ്രദറും ഉണ്ട്, അവനും ഒരു കുഞ്ഞുണ്ടായി. അങ്ങനെ നോക്കുമ്പോഴത്തേക്കിനും ഞങ്ങൾ കുറച്ചുകൂടെ ഒന്ന് ഫാമിലിയൊക്കെ ഒന്ന് വലുതായ ഒരു വർഷവും കൂടിയാണ് 2025 എന്ന് പറയുന്നത്. പിന്നെ 2026 എന്ന് പറയുന്നത് ഒരുപാട് പ്രതീക്ഷകളോടെയൊക്കെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. എങ്കിലും ദൈവം എന്താണ് നമ്മൾക്ക് കരുതിയിരിക്കുന്നതെന്നറിയില്ല. എല്ലാം പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. അപ്പം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ നമ്മൾ നേരെ ചർച്ചിലേക്കാണ് കേട്ടോ പോകുന്നത്. ഇന്ന് ഇയർ എൻഡിങ് പ്രയറിനാണ് ചർച്ചിലേക്ക് എത്തിയിരിക്കുന്നത്. അവിടെ ചെന്നപ്പോഴത്തേക്കിന് യൂത്തിൻ്റെ മീറ്റിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്തത് ലിയാൻ്റെയും ബ്രിജിത്തും കൂടിയാണ്. ഇവർ ചെയ്യുന്ന പ്രോഗ്രാം GK ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. ഇത് കുഞ്ഞുങ്ങളുടെ ആക്ഷൻ സോങ് ആണ്. ഞങ്ങൾ BBS പഠിപ്പിച്ച പാട്ടാണ് എടുക്കുന്നത്. ചെറിയൊരു സ്കിറ്റാട്ടോ അവർ കളിക്കുന്നത്. നല്ല ഭംഗിയായിരുന്നു, നല്ല കോമഡി ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ഭയങ്കരമായിട്ട് ചിരിച്ചു പറയുന്നുണ്ടായിരുന്നു.
പ്രോഗ്രാം എന്ന് പറയുന്നത് ടാബ്ലോ ആണ് ഈ കാണുന്നത്. ആദ്യം വന്നത് ഷിൻഷോനാട്ടോ. പുതിയ ദേശത്ത് എത്തിയ ഒരു മോവാബിയ അടുത്തത് എസ്തർ. അടുത്തത് മോശെ. പ്രവാചകനും നേതാവുമായിരുന്നു മോശെ. അടുത്തത് ദെബോര. യോശുവ. അടുത്തത് നിങ്ങളെയും പരിചയപ്പെടുത്തി തന്ന ടാബ്ലോ. അങ്ങനെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് അതിന് ശേഷം എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. അപ്പവും കോഴിക്കറിയായിരുന്നു കേട്ടോ നമുക്ക് ഇന്നത്തെ ഫുഡ്. അപ്പം ഇതെല്ലാം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഇനി ഇയർ എൻഡിങ് പ്രോഗ്രാമിലേക്ക് നമ്മൾ കിടക്കുകയാണ്. പ്രാർത്ഥന തുടങ്ങണം. ഉടനെ തന്നെ നമ്മളെല്ലാവരും ചർച്ചിലേക്ക് കിടക്കുകയാണ് കേട്ടോ. സൈന്യത്തെയും ചെങ്കടലിൽ തള്ളിയിട്ടവന്, ജനത്തെ മരുഭൂമിയിൽ കൂടി നടത്തിയവന്, മഹാരാജാക്കന്മാരെ സംഹരിച്ചവന്. അങ്ങനെ പ്രാർത്ഥനയൊക്കെ കൂടി 1 മണി കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മൾ ചർച്ചയിൽ നിന്ന് ഇറങ്ങുകയാണേ. പ്രോഗ്രാം എല്ലാം കഴിഞ്ഞൊന്നുമില്ല. നാളെ രാവിലെ റോജിക്ക് ഡ്യൂട്ടിക്ക് പോകണം. അതുകൊണ്ട് നമ്മൾ നേരത്തെ ഇറങ്ങുകയാണേ. ഒരു കലണ്ടറും എടുത്ത് ഇനി നമ്മൾ നേരെ വീട്ടിലേക്കാട്ടോ പോകുന്നത്. 1 മണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കിനും കുറച്ച് പേരൊക്കെ പോയി കേട്ടോ. ബാക്കിയുള്ളവരെല്ലാം ഇരിപ്പുണ്ട്. വർത്താനമൊക്കെ പറഞ്ഞ് അവരിനി രാവിലത്തേക്കിനൊക്കെ പോകത്തുള്ളൂ. നമുക്ക് ഇരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ രാവിലെ തന്നെ റോജിക്ക് ഡ്യൂട്ടിക്ക് പോകേണ്ടത് കൊണ്ടാണ് നമ്മൾ നേരത്തെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ.